إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فقد قال عز وجل وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ ജീവിതത്തിൽ തഖ്വ കാത്തു സൂക്ഷിക്കുന്ന അല്ലാഹുവിന്റെ നിരോധനങ്ങൾക്കും കൽപ്പനകൾക്കും ജീവിതത്തിൽ പ്രാമുഖ്യം കൽപ്പിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, മുത്തഖീകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പോരായ്മകളും തിന്മകളുമെല്ലാം അല്ലാഹു അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്തതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ പല രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാ ആളുകളുടെയും എല്ലാ അർത്ഥത്തിലുള്ള പ്രയാസങ്ങളും ദൂരീകരിച്ച് ഇഹപര വിജയം അല്ലാഹു നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബാദികൾ, നാമുമായി ബന്ധപ്പെട്ട ഉറ്റവർ, അല്ലാഹു അവരുടെ ഖബറിടം സ്വർഗീയമാക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജിന് വേണ്ടി എല്ലാ അർത്ഥത്തിലുള്ള തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ചിലരെങ്കിലും പുറപ്പെട്ടു പോയി, ചിലരൊക്കെ പുറപ്പെടാൻ എല്ലാ അർത്ഥത്തിലും തയ്യാറായിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന എല്ലാ സത്യവിശ്വാസികൾക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരികെ വരാനുള്ള തൗഫീഖ് പടച്ചവൻ കനിഞ്ഞരുളുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഹജ്ജ് നിർവഹിക്കാനും അതിന്റെ പുണ്യം, അതിന്റെ നന്മ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാനുമുള്ള ഭാഗ്യം പടച്ചവൻ നൽകുമാറാകട്ടെ. സൂറത്ത് ഇബ്രാഹീമിൽ ഇബ്രാഹിം അലൈഹിസ്സലാം
അള്ളാഹുവുമായിട്ട് നടത്തുന്ന വളരെ ഹൃദ്യമായ ഒരു സംഭാഷണം, ഒരു പ്രാർത്ഥന ഖുർആൻ നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. തന്റെ പിഞ്ചു പൈതലിനെയും പ്രിയതമയെയും ആരാരുമില്ലാത്ത ഒരു മരുഭൂമിയിൽ, ജനവാസമില്ലാത്ത, ജലമില്ലാത്ത, സസ്യങ്ങളില്ലാത്ത ഒരു മരുഭൂമിയിൽ താമസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് അവരെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അവിടെ താമസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെടാനൊരുങ്ങുമ്പോൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തുന്ന വളരെ ഹൃദ്യമായ ഒരു പ്രാർത്ഥനയാണ് സൂറ ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്ത് മുതൽക്ക് നമുക്ക് കാണാൻ കഴിയുക. ഏതൊരു ഗൃഹനാഥനും ഏതൊരു പിതാവും വിറങ്ങലിക്കുന്ന ഹൃദയത്തോടെ അല്ലാതെ കേൾക്കാൻ കഴിയാത്തൊരു ചരിത്രമാണത്. സ്വന്തം ഭാര്യയെയും മക്കളെയും അവരുടെ ഭാവി എന്താകുമെന്നറിയാത്ത രൂപത്തിൽ അവരവിടെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിർത്തിപ്പോരാണ്. ആ സമയത്ത് അദ്ദേഹം അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കാൻ, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ. രക്ഷിതാവേ, യാതൊരുവിധ സസ്യങ്ങളും മുളക്കാത്ത, ആരാരുമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞാൻ എന്റെ സന്താനങ്ങളെ, എന്റെ കുടുംബത്തെ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇൻദ ബൈതികൽ മുഹറം, ഇത് മരുഭൂമിയാണ് എന്നത് ശരിയാണ്, ഇവിടെ ജനവാസമില്ല എന്നുള്ളതും ശരി തന്നെ. പക്ഷേ ഈ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇൻദ ബൈതികൽ മുഹറം, പവിത്രമാക്കപ്പെട്ട നിന്റെ ഗേഹത്തിന്റെ തൊട്ടരികെയാണ് ഞാൻ അവരെ ഉപേക്ഷിച്ചു പോകുന്നത്. ആ സന്ദർഭത്തിൽ സത്യത്തിൽ കാബ പടുത്തുയർത്തപ്പെട്ടിട്ടില്ല. കാബയുടെ തൂണുകൾ ഉയർത്തപ്പെടുന്നതിന് മുമ്പ്, അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന കാബയുടെ അടിത്തറയും അസ്ഥിവാരവുമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മുഫസ്സിരികളൊക്കെയും അഭിപ്രായപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, എന്റെ ബൈതികൽ മുഹറം, അല്ലാഹുവേ, എന്റെ ഈ കുടുംബത്തെ നിന്റെ പവിത്രമായ ഈ ഗേഹത്തിന് തൊട്ടരികെ താമസിപ്പിച്ചുകൊണ്ട് ഞാൻ പോവാണ്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, ഇവരുടെ ഏകാന്തത മാറ്റാൻ, ഇവർക്ക് സഹായമാകാൻ ആളുകളുടെ ഹൃദയങ്ങളെ ഇവരിലേക്ക് നീ ആകർഷിപ്പിക്കണം. എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല കായ്ക്കനികൾ, ഫലങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ നീ അവരിലേക്ക് എത്തിക്കണം. സ്വാഭാവികമായും ഈ കാര്യങ്ങളെല്ലാം ഏതൊരു ഗൃഹനാഥനും അതല്ലെങ്കിൽ ഏതൊരു പിതാവും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. സ്വന്തം കുടുംബത്തെ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ അവിടെ ഭക്ഷണമില്ലെങ്കിൽ, അവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, അവരുടെ വെള്ളത്തിന്റെ കാര്യത്തിൽ, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ മറ്റു വസ്തുക്കളുടെ കാര്യത്തിൽ ഉള്ള സന്ദേഹം, അതേക്കുറിച്ചുള്ള പരാതി, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ഭയം ഏതൊരു മനുഷ്യനിലുണ്ടാകും. അത് തന്നെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ സാധാരണഗതിയിൽ ഒരു പിതാവോ സാധാരണഗതിയിലുള്ള ഒരു ഗൃഹനാഥനോ പ്രാർത്ഥിക്കാൻ, ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രാർത്ഥിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം, ഇതിനെല്ലാം മുമ്പേ അള്ളാഹുനോട് അദ്ദേഹം പറയുന്നുണ്ട്, റബ്ബന ലിയുഖീമുസ്സലാ, അള്ളാഹുവേ, ഈ അർത്ഥത്തിൽ നിന്റെ ഗേഹത്തിന് തൊട്ടരികെ സസ്യങ്ങളില്ലാത്ത, വെള്ളമില്ലാത്ത, ജനവാസമില്ലാത്ത ഈ പ്രദേശത്ത് ഞാൻ അവരെ ഉപേക്ഷിച്ചു പോകുന്നത്, താമസിപ്പിച്ചു പോകുന്നത് ലിയുഖീമുസ്സലാ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാകുവാൻ വേണ്ടിയാണ്. അത് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഫജാൽ അഫ്ഇദത മിനന്നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്ത്, അവരുടെ സുരക്ഷയെക്കുറിച്ചും അവരുടെ ഭക്ഷണകാര്യത്തെക്കുറിച്ച് പോലും ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. തൊട്ടുടനെ വർഷങ്ങൾക്കിപ്പുറം കാബയുടെ നിർമ്മാണമെല്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയെ നമുക്ക് കാണാം. അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്, എന്റെ വാർദ്ധക്യത്തിൽ എനിക്ക് ഇസ്ഹാഖിനെയും ഇസ്മാഈലിനെയും സമ്മാനിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇന്ന റബ്ബി ലസമീഉ ദുആ, തീർച്ചയായും എന്റെ റബ്ബ് പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്. അതിനോടൊപ്പം അദ്ദേഹം പ്രാർത്ഥിക്കാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ, അല്ലാഹുവേ, എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ. വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളിലും നമസ്കാരത്തെ നിലനിർത്തുന്ന ആളുകളെ നീ കൊണ്ടുവരണമേ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്.
ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കാബയുടെ നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം അള്ളാഹു അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതിന് മുമ്പേ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ സന്ദർഭം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ സന്ദേഹം, ആ ചിന്ത വർഷങ്ങൾക്കിപ്പുറവും അതിൽ യാതൊരു മാറ്റവുമില്ല. കാബയുടെ നിർമ്മാണമൊക്കെ കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ചോദിക്കുന്ന അതേ കാര്യമാണ്, അല്ലാഹുവേ എന്റെ മക്കളുടെ നമസ്കാരത്തിന്റെ കാര്യം, എന്റെ നമസ്കാരത്തിന്റെ കാര്യം. നാം ഒന്ന് ആലോചിച്ചു നോക്കുക, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം അല്ലാഹുവെ ആത്മാർത്ഥമായി അല്ലാഹുവെ നീ എന്നെ നമസ്കാരക്കാരനാക്കണമേ എന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മളൊക്കെ വലിയ നമസ്കാരക്കാരാണ് എന്ന ധാരണയാണ് നമുക്കുള്ളത്. നമസ്കാരം നിർവഹിക്കാത്തവരായ ആരാണുള്ളത്? എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിലും അവസാന കാലഘട്ടത്തിലും ചോദിക്കുന്നത്, അല്ലാഹുവേ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കണം, എന്റെ സന്താനങ്ങളിലും നമസ്കാരത്തെ നിലനിർത്തുന്നവരെ നീ കൊണ്ടുവരണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഇവിടെ മില്ലത്തെ ഇബ്രാഹിമിനെ സംബന്ധിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മില്ലത്തിനെ കുറിച്ച് ചർച്ചകൾ ഉയർന്നു വരുന്ന ഒരു സമയമാണിത്. ഹജ്ജിന്റെ മാസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും കാൽപാദങ്ങൾ അതേപടി പിൻപറ്റുന്ന ഈ ഒരു സാഹചര്യം, ഈ ഒരു സന്ദർഭം, ഈ ദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാൻ പോവാണ്. ആ ഒരു സാഹചര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ ഈ ഒരു പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ ഈ ഒരു ആഗ്രഹം, അതിന് നാം എത്രമാത്രം പ്രാധാന്യത കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിമി മില്ലത്ത് ഈ ലോകത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത്യന്താപേക്ഷിതമായി അതിന്റെ അസ്ഥിവാരമായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് നമസ്കാരം യഥാവിധി നിലനിൽക്കുക എന്നുള്ളത്. നമസ്കാരം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബാഹ്യ കോലങ്ങളിലല്ല. ഇബ്രാഹിം നബിക്ക് ആ നമസ്കാരത്തോടുണ്ടായ ഗാംഭീര്യം, അദ്ദേഹം അതിന് നൽകിയ പ്രാധാന്യത ആലോചിച്ചു നോക്കുക. തന്റെ കുടുംബത്തിന്റെ ഭക്ഷണ കാര്യത്തേക്കാൾ അദ്ദേഹം മുൻഗണന കൽപ്പിച്ചത് അവരുടെ നമസ്കാര കാര്യത്തിനായിരുന്നു എന്നാലോചിക്കുമ്പോൾ എത്രമാത്രം പ്രാധാന്യതയോടെയാണ് അദ്ദേഹം നമസ്കാരത്തെ കണ്ടതെന്ന് ആലോചിച്ചു നോക്കുക. ഇത് വെറും ഒരു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ ഉദാഹരണം മാത്രമല്ല. ഏത് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും തൗഹീദിന് ശേഷം അല്ലാഹു അവരോട് കൽപ്പിച്ചിരിക്കുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ്. മൂസ അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, അല്ലാഹുവുമായിട്ട് സംസാരിച്ച പ്രവാചകൻ എന്ന കീർത്തി ലഭിച്ച മൂസ അലൈഹിസ്സലാം, അദ്ദേഹത്തിന് നുബുവത്ത് ലഭിക്കുന്ന ആ രംഗം സൂറത്ത് താഹയിൽ വളരെ വളരെ വിശദമായി അല്ലാഹു വിവരിക്കുന്നുണ്ട്. വഅന അഖ്തർതുക ഫസ്തമി ലിമാ യുഹാ ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവ. ഓ മൂസ, നീ വളരെ പവിത്രമായ ഒരു താഴ്വരയിലാണുള്ളത്, അതുകൊണ്ട് നീ നിന്റെ പാദരക്ഷകൾ അഴിച്ചു വെക്കുക. വഅന അഖ്തർതുക ഫസ്തമി ലിമാ യുഹാ. ഇതാ ജനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലാഹു നേരിട്ട് സംസാരിക്കാണ് ഒരു പ്രവാചകനോട്. മറ്റൊരു പ്രവാചകന്മാരോടും അല്ലാഹു നേരിട്ട് സംസാരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ സംസാരം നേരിട്ട് മൂസ അലൈഹിസ്സലാം കേൾക്കുകയാണ്. അദ്ദേഹം സ്തംഭിച്ചു നിൽക്കുകയാണ്. വഅന അഖ്തർതുക, ഓ മൂസ, ഞാൻ നിന്നെ ഇതാ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫസ്തമി ലിമാ യുഹാ. അതുകൊണ്ട് ഇനി നിനക്ക് നൽകപ്പെടാൻ പോകുന്ന ആ വഹ്യ് നീ ശ്രദ്ധാപൂർവം കേൾക്കുക. എന്താണത്? ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി. തീർച്ചയായും ഞാനാണ് അല്ലാഹു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ഫഅ്ബുദ്നി, അതുകൊണ്ട് നീ എന്നെ മാത്രം ആരാധിക്കുക. വഅഖിമിസ് സ്വലാത ലിസിക്രി, എന്റെ സ്മരണ നിലനിർത്താൻ നീ നമസ്കാരം നിലനിർത്തുക. മൂസ അലൈഹിസ്സലാമയോട് അദ്ദേഹത്തിന് നുബുവത്തിന്റെ ശേഷം അദ്ദേഹത്തിന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം, എന്നെ മാത്രം നീ ആരാധിക്കുക എന്ന് പറഞ്ഞ തൊട്ടുടനെ അല്ലാഹു പറയുന്നത് വഅഖിമിസ് സ്വലാത ലിസിക്രി. അല്ലാഹുവിന്റെ സംസാരം നേരിട്ട് കേട്ട ഒരു പ്രവാചകനോട് പോലും എന്റെ സ്മരണ നിന്റെ ജീവിതത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നീ നമസ്കാരം നിലനിർത്തണമെന്നാണ് അല്ലാഹുവിന്റെ ഉപദേശം. വഅഖിമിസ് സ്വലാത ലിസിക്രി. ഇനിയും എന്നോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഖിമിസ് സ്വലാ, നീ നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തുക എന്നതാണ് മൂസ അലൈഹി ഇസ്ലാമക്ക് അല്ലാഹു കൊടുക്കുന്ന ഉപദേശം. മൂസ അലൈഹി ഇസ്ലാമയുടെ മാത്രമല്ല, ഈസാ അലൈഹി ഇസ്ലാമയുടെ സൂറ മറിയമിൽ ഈസാ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട മറിയം ബീവിയുമായി ബന്ധപ്പെട്ട ആ വളരെ വിശദമായ ചർച്ച, അതിന്റെ ആയത്തുകളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാം. മറിയം അലൈഹിസ്സലാം തന്റെ കൈക്കുഞ്ഞുമായി തന്റെ സമൂഹത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ആദ്യമേ അള്ളാഹു ഒരു ഉപദേശം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ആളുകൾ പരിഹസിക്കും, തീർച്ചയായും ആളുകൾ കുത്തുവാക്ക് പറയും. കാരണം വിവാഹിതയല്ലാത്ത കന്യകയായിരുന്ന വളരെ പവിത്രയായിരുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു കുഞ്ഞുമായിട്ട് കടന്നു വരിക? സ്വാഭാവികമായിട്ടും ആളുകൾ നിന്നെ പരിഹസിക്കും. ആ സമയത്ത് നീ മൗനം അവലംബിക്കുക എന്നതായിരുന്നു അള്ളാഹുവിന്റെ ഉപദേശം. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മീലു. മറിയം അലൈഹിസ്സലാം തന്റെ കൈകുഞ്ഞുമായി ആ സമൂഹത്തിലേക്ക് വന്നപ്പോൾ قالوا يا مريم لقد جئت شيئا فريا يا اخت هارون ما كان ابوك امرأ سوء وما كانت امك بغيا. തീർച്ചയായും എത്ര മ്ലേച്ഛമായ കാര്യമാണ് ഓ മറിയമേ നീ ചെയ്തിരിക്കുന്നത്. ആളുകൾ പറയാണ്,
നിന്റെ ഉമ്മയും വാപ്പയും അത്ര മോശക്കാരല്ലല്ലോ, പിന്നെ എന്തേ നീ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ആർക്കും കേൾക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പരിഹാസങ്ങൾ മറിയം അലൈഹിസ്സലാം കേൾക്കാണ്. അവർ മൗനം അവലംബിച്ചു. അള്ളാഹുവിന്റെ കൽപ്പന അവരതേപടി അനുസരിച്ചു. ഫഅശാറത് ഇലൈഹി, എന്നിട്ട് അവർ തന്റെ കൈക്കുഞ്ഞായിരുന്ന ആ പൈതലിലേക്ക് അവർ വിരൽ ചൂണ്ടി. ഫഅശാറത് ഇലൈഹി, ആ സമയത്ത് ആ കുഞ്ഞ് സംസാരിക്കാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ആ കുഞ്ഞ് ആ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ, അള്ളാഹു എനിക്ക് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു. വജഅലനി നബിയൻ, എന്നെ നബിയാക്കിയിരിക്കുന്നു. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അള്ളാഹു എന്നെ മുബാറക്കാക്കിയിരിക്കുന്നു, ഐശ്വര്യവാനാക്കിയിരിക്കുന്നു. വഔസാനി ബിസ്സലാ, ശേഷം അള്ളാഹു എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. എന്താണ് അള്ളാഹു എനിക്ക് നൽകിയ വസിയത്ത്? ഒരു തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ആ സമൂഹത്തോട് സംസാരിക്കുന്ന സംസാരത്തിൽ ആദ്യമായിട്ട് പറയുന്നത് ഔസാനി ബിസ്സലാ, അള്ളാഹു എന്നോട് നമസ്കാരം കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുകയാണ് എന്നതാണ് ഈസാ അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് നൽകുന്ന വസിയത്ത് എന്നുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത് എത്രമാത്രം പ്രാധാന്യതയാണ് അപ്പോൾ ഇസ്ലാമിൽ നമസ്കാരത്തിനുള്ളത്, സ്വലാത്തിനുള്ളത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമസ്കാരമില്ലാത്ത ഇസ്ലാമില്ല. നമസ്കാരത്തിന് നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ പ്രാധാന്യതയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമില്ല എന്ന് തറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. ഇസ്ലാം ഇല്ല തന്നെ. നമ്മുടെ ജീവിതത്തിൽ നമസ്കാരത്തോട് നമുക്ക് പ്രാധാന്യതയില്ലെങ്കിൽ, നമസ്കാരത്തെക്കുറിച്ച് അവബോധം നമുക്കില്ലെങ്കിൽ, അതിന് രണ്ടാം ഘടിയായിട്ടും നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം സൗകര്യമുണ്ടെങ്കിൽ നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ടുമാണ് നാം കാണുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമില്ല എന്ന് പറയാൻ കഴിയും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ ആദ്യ ദിവസം മുതൽക്ക് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നിലനിർത്തിയിരുന്നു. അലി റളിയല്ലാഹു അൻഹു 7-8 വയസ്സായിരിക്കുമ്പോൾ, കുഞ്ഞായിരിക്കുമ്പോൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്, ഖദീജ ബീവിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വീട്ടിൽ വെച്ച് ഒരുമിച്ച് നമസ്കരിക്കുന്നത് കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ട് ചോദിക്കുന്നത്, ഇതെന്താണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ പ്രവാചകൻ നമസ്കാര ശേഷം അദ്ദേഹത്തെ അടുത്തു വിളിച്ച് ഇത് നമസ്കാരമാണ് എന്ന് പറഞ്ഞ് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറ പഠിക്കുമ്പോഴേ പ്രവാചകന്റെ നുബുവത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന നാളുകളിലും നമുക്ക് നമസ്കാരത്തിന് അദ്ദേഹം കൊടുത്ത പ്രാധാന്യതയെക്കുറിച്ച് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തെക്കുറിച്ച് അവസാന നാളുകളിൽ പറയുന്ന ആ വാക്കുകൾ കേട്ടിട്ടല്ലാതെ പ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയൂല. ആ സീറയുടെ പുസ്തകം നമുക്ക് മാറ്റിവെക്കാൻ കഴിയൂല. കാരണം നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി പറഞ്ഞ ചില വാക്കുകൾ അസ്സലാ അസ്സലാ എന്നുള്ളതായിരുന്നു. നമസ്കാരം. എന്റെ സമൂഹമേ, നിങ്ങൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ, സ്വലാത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വരുത്തുക. ആ കാര്യത്തിൽ നിങ്ങൾ ഉദാസീനത കാണിക്കാതിരിക്കുക, അതിൽ നിങ്ങൾ അലസരാകാതിരിക്കുക. അസ്സലാ അസ്സലാ എന്നായിരുന്നു അവസാന നിമിഷങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവുകളിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായി പിൻപറ്റിയ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യവും സമാനമായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിലും ഇതേ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ നാവുകളിൽ നിന്ന് ഉയർന്നത്. അതികഠിനമായ പ്രഹരമേറ്റുകൊണ്ട്, ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് അദ്ദേഹം രക്തം വാർന്ന് കിടക്കുകയാണ്. വലിയൊരു വിണ്ട് കീറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആമാശയം. അദ്ദേഹത്തെ കിടത്തിയിരിക്കുകയാണ്. രക്തം ധാരധാരയായി ഒഴുകുന്നു. അദ്ദേഹം എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ എഴുന്നേറ്റിരിക്കാൻ കഴിയുന്നില്ല. ആളുകൾ അദ്ദേഹത്തെ വെള്ളം കുടിപ്പിക്കുന്നു, പാല് കുടിപ്പിക്കുന്നു. അതൊക്കെയും ആ കീറിപ്പോയ ആമാശയത്തിലൂടെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അത്രമാത്രം ഗുരുതരമായ പരിക്ക്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകന് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം നമസ്കാരം എന്ന് അസ്സലാ അസ്സലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ എന്റെ നമസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. അതേക്കുറിച്ചുള്ള ആദിയാണ് അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാണ്, സമാധാനിപ്പിക്കാണ്. ഈ അവസ്ഥ അങ്ങ് കാണുന്നില്ലേ? ഇപ്പൊ നമസ്കരിച്ചെങ്കിൽ സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഫഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സലാ, ഫഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സലാ. നമസ്കാരം ഉപേക്ഷിച്ചവന് പിന്നെ ഇസ്ലാമിൽ എന്ത് കാര്യം? അവൻ ഇസ്ലാമിൽ പിന്നെ ഒന്നുമില്ലല്ലോ എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ അവസാന നിമിഷങ്ങളിലും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അവകാശികളോട് നരകത്തിൽ പ്രവേശിക്കപ്പെട്ടതിനു ശേഷം മാ സലകക്കും ഫീ സഖർ, എന്താണ് ഇത്ര കഠിനമായ ഈ നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചത്
പ്രവേശിപ്പിക്കാൻ മാത്രം എന്ത് ഹീനമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് എന്ന് അവരോട് ചോദിക്കപ്പെടുമ്പോൾ അവർ പറയുന്ന വർത്തമാനം ഖാലു ലം നകു മിനൽ മുസല്ലീൻ. ഏറ്റവും ആദ്യമായി അവർ പറയുന്നത് ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കാരക്കാരായിരുന്നില്ല എന്നതാണ് അവർ പറയുന്ന വർത്തമാനം. വൈലുൻ യൗമഇദിൻ ലിൽ മുഖദ്ദിബീൻ, സൂറത്തുൽ മുർസലാത്തിൽ അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കിയ ആളുകൾക്ക് വൈലെന്ന നരകം, അവർക്ക് നാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് അതിന്റെ കാരണം എന്ന് തൊട്ടുടനെ അല്ലാഹു പറയുന്നു, വഇദാ ഖീല ലഹും ഇർകഉ ലാ യർകഊൻ, റുകൂഇലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അവർ റുകൂഉ ചെയ്യുമായിരുന്നില്ല. അഥവാ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ നമസ്കാരത്തിന് ഉത്തരം നൽകാത്തവരായിരുന്നു അവർ എന്നുള്ളതാണ് അതിന് ഉത്തരം ലഭിക്കുക. അറഅയ്തല്ലദീ യുകസ്സിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കിയവരെ നീ കണ്ടിട്ടില്ല. ആരാണ് ദീനിനെ കളവാക്കിയ ആളുകൾ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തെ അവഗണിക്കുന്ന ആളുകൾ, അതിന് നൽകേണ്ട പ്രാധാന്യത ജീവിതത്തിൽ നൽകാത്ത ആളുകൾ, അവർ യുകസ്സിബു ബിദ്ദീൻ, അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കിയവരെന്നാണ് റസൂൽ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഹദീസുകളിലാണ് വിശ്വാസത്തെയും നമസ്കാരത്തെയും കൂട്ടിയിണക്കിയിരിക്കുന്നത്. എത്ര ഹദീസ് സന്ദർഭങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെയും സലാത്തിനെയും കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വലമാ അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫർ. ഞങ്ങൾക്കും അവിശ്വാസികൾക്കുമിടയിലുള്ള പ്രകടമായ ഒരു കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അസ്സല, അത് നിസ്കാരാണ്. ഫമൻ തറക്കഹ, ആരെങ്കിലും ആ കാര്യം ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഫഖദ് കഫർ, അയാൾ കുഫ്ർ ചെയ്തു എന്നാണ്. എത്ര ഗൗരവമാണ് അതിന്റെ കാര്യം എന്ന് ആലോചിച്ചത്. ഫഖദ് കഫർ, അവർ കുഫ്ർ ചെയ്തതിന് തുല്യമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നതെന്ന് കാണാം. വിശുദ്ധ ഖുർആനിലും ഈമാനിന്റെ കൂടെ നമസ്കാരത്തെ തുന്നിച്ചേർക്കുന്നത് നമുക്ക് പലയിടങ്ങളിലും പല സാഹചര്യങ്ങളിലും കാണാം. നമസ്കാരത്തെ എന്നല്ല, വിശുദ്ധ ഖുർആനിൽ സൂറ ആലു ഇമ്രാനിൽ സൂറ ബഖറയിൽ വിശ്വാസത്തിന്റെ ഒരു പര്യായമായിട്ട് നമസ്കാരത്തെ അള്ളാഹു വിവരിക്കുന്നുണ്ട്. നമസ്കാരത്തിന് പര്യായമായിട്ട് വിശ്വാസത്തെയും. ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട ആയത്തിൽ അതേപറ്റി പറയുമ്പോൾ, ഖിബ്ല മാറ്റത്തിന് ശേഷം ചില സഹാബാക്കൾ പ്രവാചകന്റെ അനുചരന്മാർക്ക് ഒരു ആശങ്കയുണ്ടായി. അപ്പൊ ഞങ്ങൾ ഇത്രയും കാലം മസ്ജിദുൽ അഖ്സക്ക് നേരെ തിരിഞ്ഞാണല്ലോ നിസ്കരിച്ചത്, ആ നമസ്കാരമൊക്കെ പായായി പോയോ എന്ന രൂപത്തിലുള്ള ഒരു സന്ദേഹം അവിടെ മനസ്സിനെ പിടികൂടിയപ്പോൾ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന മറുപടിയുണ്ട്, വമാ കാനല്ലാഹു ലിയുദീഅ ഈമാനക്കും, ഒരിക്കലും അള്ളാഹു നിങ്ങളുടെ ഈമാനിനെ പാഴാക്കുകയില്ല, ഒരിക്കലും അള്ളാഹു നിങ്ങളുടെ നമസ്കാരത്തെ പാഴാക്കുകയില്ല എന്ന് പറയുന്നതിന് പകരം ആ നമസ്കാരത്തിന് പകരം ഖുർആൻ ഉപയോഗിച്ച പദം ഈമാന് എന്നുള്ളതാണ്. വമാ കാനല്ലാഹു ലിയുദീഅ ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ അള്ളാഹു ഒരിക്കലും പാഴാക്കില്ല. അഥവാ ഈമാനുള്ളവർ മാത്രം നടത്തുന്ന ഒരു കാര്യമാണ് നമസ്കാരം. നമസ്കരിക്കുന്നവർക്ക് മാത്രമേ ഈമാനുള്ളൂ, അള്ളാഹുവിൽ വിശ്വാസമുള്ളൂ എന്ന് വേണം അതിൽ നമ്മൾ മനസ്സിലാക്കാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ കാണാം, നാളെ പരലോകത്ത് വെച്ച് ഏറ്റവും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക അവ്വലുമാ യുഹാസബു ബിന്നാസ് അസ്സലാ, നമസ്കാരത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ അള്ളാഹുവിന് മുന്നിൽ മറുപടി പറയേണ്ടി വരിക. ശേഷം പ്രവാചകൻ പറഞ്ഞു, ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ, അത് ആരുടെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ, ആ വിഷയത്തിൽ ആരെങ്കിലും ഓക്കെ ആണെങ്കിൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അയാൾ വിജയിച്ചു, അയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ വഇൻ ഫസദത്, അത് ആരെങ്കിലും മോശമായി പോയിട്ടുണ്ടെങ്കിൽ ഫഖദ് ഖാബ വ ഖസിറ, അയാൾ നശിച്ചുപോയി, അയാൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇത് വിശുദ്ധ ഖുർആന്റെ ആശയാണ്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ വചനം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ആരാണ് മുഅ്മിനീങ്ങൾ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂഉള്ള ആളുകളാണ്, നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളാണ്, നമസ്കാരത്തിൽ അള്ളാഹുവിനെ മാത്രം, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ് എന്ന ദൈവഭക്തിയോടുകൂടി ഭയഭക്തിയോടുകൂടി നമസ്കാരത്തിലുടനീളം നമസ്കാരം നിർവഹിക്കാൻ കഴിയുന്ന ആളുകളാണ് വിജയികളായ വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ. ആ അർത്ഥത്തിൽ നമസ്കാരം അവർ ഖുശൂഅോടെ നമസ്കരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരവധി വിശേഷണങ്ങൾ, ഗുണങ്ങൾ തുടർന്ന് അള്ളാഹു പറയാണ്, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്റിദൂൻ, അനാവശ്യമായ കാര്യങ്ങളിൽ അവർ വിട്ടുനിൽക്കുന്നവരായിരിക്കും. വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ, അവർ സകാത്ത് പ്രാവർത്തികമാക്കുന്നവരായിരിക്കും. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവർ നമസ്കാരത്തിൽ ഖുശൂഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അവരുടെ രഹസ്യ ഭാഗങ്ങളെ സൂക്ഷിക്കുന്നവരായിരിക്കും. അവർ അവരുടെ വല്ലദീനഹും ലി അമാനാതിഹിം, അവരുടെ അമാനത്തുകൾ, വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ, വാഗ്ദാനങ്ങൾ, അതെല്ലാം അവർ പൂർത്തീകരിക്കുന്നവരായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് അവസാനം പറയുന്നത് വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ, വീണ്ടും നമസ്കാരത്തിലേക്ക് തന്നെ അള്ളാഹു തിരികെ പോവാണ്. അവർ അവരുടെ നമസ്കാരത്തെ സംരക്ഷിക്കുന്നവരായിരിക്കും. അവരുടെ നമസ്കാരത്തിനേൽക്കുന്ന
പോറലുകളെ കൃത്യമായി നോട്ട് ചെയ്യുകയും അതിനെ നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ നമസ്കാരത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ നിരന്തരമായി ശ്രമിക്കുന്ന ആളുകൾ, അതാണ് വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കോട്ടവും വരാതിരിക്കാൻ നിത്യവും ശ്രദ്ധ പുലർത്തുന്ന ആളുകളാണ് അവർ. നിസ്കാരത്തിൽ നിന്ന് തുടങ്ങി നമസ്കാരത്തിൽ തന്നെ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അവസാനിപ്പിക്കാൻ ഉലൈക ഹുമുൽ വാരിസൂന അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അവരാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് അനന്തരം എടുക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളായ അനന്തരാവകാശികളായ ആളുകൾ. അവരുടെ ജീവിതം നമസ്കാരം കൊണ്ട് തുടങ്ങുന്നു, അവരുടെ ഒരു ദിവസം നമസ്കാരം കൊണ്ട് തുടങ്ങുന്നു, അവരുടെ ഒരു ദിവസം നമസ്കാരം കൊണ്ട് തന്നെ അവസാനിക്കുന്നു. അതിനിടയിൽ നിരവധി നന്മകൾ അവർ ചെയ്തു കൂട്ടുന്നു. അതാണ് സൂറത്തുൽ മുഅ്മിനൂനിലെ ആ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമാനമായത് സൂറത്തുൽ മആരിജിലും അള്ളാഹു നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. സൂറത്തുൽ മആരിജിൽ അള്ളാഹു പറയാണ്, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഹലൂഅ ആയിട്ടാണ്, അക്ഷമനായിട്ടാണ്. ഇദാ മസ്സഹു ശർറു ജസൂഅൻ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആപത്ത് വരുമ്പോഴേക്ക്, എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം വരുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക് ജസൂഅൻ, അവരാകെ വെപ്രാളപ്പെടും, അവരാകെ അങ്കലാപ്പിലാകും, അവരുടെ ജീവിതമാകെ തകിടം പറയും, അവരുടെ മനോനില മാറിപ്പോവും. നമ്മൾക്ക് അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ ചെറിയൊരു പരീക്ഷണം, ഒരു ആപത്ത്, നമ്മുടെ അനിഷ്ടകരമായ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിപ്പോവാണ്. ഇദാ മസ്സഹു ശർറു ജസൂഅൻ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ. എന്നാൽ വല്ലതും നന്മ വരട്ടെ, അവരുടെ ജീവിതത്തിൽ വല്ല അനുഗ്രഹം ലഭിച്ചാലോ മനുഅൻ, അവർ കഴിയുന്നത്ര അത് മറച്ചു വെക്കുകയും പിടിച്ചു വെക്കുകയും ചെയ്യും. അതേപ്പറ്റി ആരോടും പറയാൻ ആഗ്രഹിക്കുകയില്ല. ശേഷം അള്ളാഹു പറയാണ്, ഇല്ലൽ മുസല്ലീൻ. ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ആപത്തുണ്ടാകുമ്പോൾ വെപ്രാളപ്പെടുന്ന ആളുകൾ, ജീവിതത്തിന്റെ താളം തെറ്റുന്ന ആളുകൾ, മനോനില തെറ്റിപ്പോകുന്ന ആളുകൾ, അവരാരാണ്? അവർ ഒരു കൂട്ടം അതിൽ നിന്ന് ഒഴിവാണ് കേട്ടോ. ഇല്ലൽ മുസല്ലീൻ, നമസ്കാരക്കാരൊഴികെ. അവർ മുസല്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ജീവിതത്തിൽ എന്ത് കാര്യത്തെയും സ്വസ്ഥതയോടെ സമാധാനത്തോടെ നേരിടാനുള്ള ഈമാനികമായ കരുത്തും ശക്തിയും അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് നൽകും. ഇല്ലൽ മുസല്ലീൻ. ആരാണവർ? ആരാണ് ഈ മുസല്ലീങ്ങൾ? നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മളും ആ മുസല്ലീങ്ങളിൽ പെടുവോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ആ മുസല്ലീങ്ങളുടെ, ആ നമസ്കാരക്കാരുടെ വിശേഷങ്ങൾ അള്ളാഹു തുടർന്ന് പറയാണ്, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ. അവർ നമസ്കാരത്തിന്റെ കാര്യത്തിൽ മുദാവമത്തുള്ള, നിത്യവും അതിന്റെ കാര്യത്തിൽ കണിശത കാണിക്കുന്ന ആളുകളാണ്. ശേഷം പറയുന്നു, വല്ലദീനഹും അലാ സലാത്തിഹിം ദാഇമൂൻ വല്ലദീനഹും ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം. തങ്ങളുടെ സ്വത്തിൽ മറ്റുള്ളവർക്ക് അവകാശം വെക്കുന്ന ആളുകൾ, മറ്റുള്ളവർക്ക് സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, മറ്റുള്ളവരുമായിട്ട് നടത്തിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന ആളുകൾ, തങ്ങളുടെ രഹസ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്ന ആളുകൾ. ഇങ്ങനെ നിരവധി ഗുണങ്ങൾ പറഞ്ഞതിന് ശേഷം സൂറത്തുൽ മുഅ്മിനൂനിലേത് പോലെ തന്നെ ഇവിടെയും അള്ളാഹു അവസാനിപ്പിക്കുന്ന വല്ലദീനഹും അലാ സലാത്തിഹിം യുഹാഫിളൂൻ. അവർ അവരുടെ നമസ്കാരത്തെ സംരക്ഷിക്കുന്നവരായിരിക്കും. ഉലൈക ഫീ ജന്നാത്തി മുക്രമൂൻ. അവരാണ് അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ആദരിക്കപ്പെടുന്ന സ്വർഗാവകാശികളായിട്ട് മാറുക എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ മആരിജിലും ആ വിഷയത്തെ അള്ളാഹു അവസാനിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ നമസ്കാരം ഈ അർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും നമുക്ക് നൽകുന്നുണ്ടോ? നമ്മുടെ നമസ്കാരം ഈ അർത്ഥത്തിലുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുകയും ആ നന്മകൾ ചെയ്യാൻ നമുക്കൊരു പ്രേരണയായിട്ട് നമ്മുടെ നമസ്കാരങ്ങൾ മാറുന്നുണ്ടോ? നമ്മുടെ നമസ്കാരം ജീവിതത്തിലെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സഹായകമായി മാറുന്നുണ്ടോ? അള്ളാഹു പറഞ്ഞതെന്താണ്? അഖിമിസ്സലാ. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് നമസ്കാരം നിലനിർത്തുക. കാരണം ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാവിധ മ്ലേച്ഛ വൃത്തികളിൽ നിന്നും തിന്മകളിൽ നിന്നും നിങ്ങൾ അത് തടയും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നമസ്കാരം അങ്ങനെ തിന്മകളിൽ നമ്മളെ തടയുന്നുണ്ടോ? നന്മകളിൽ മുന്നേറാൻ സൂറത്തുൽ മആരിജിലും മുഅ്മിനൂനിലും പറയപ്പെട്ടതുപോലെ ഈ നന്മകളിലെല്ലാം മുന്നേറാൻ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ നമ്മുടെ നമസ്കാരം നമുക്ക് സഹായകമായി മാറുന്നുണ്ടോ? ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ആപത്തുകൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അടിപതറാതെ നിൽക്കാനുള്ള കരുത്ത് നമുക്ക് നമ്മുടെ നമസ്കാരം നൽകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അങ്ങനെ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ വലിയ അർത്ഥത്തിലുള്ള പോരായ്മയുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ആ പോരായ്മയെ തിരുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിലുള്ള അതിന്റെ മാധുര്യം, അതിന്റെ ആസ്വാദനം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കാൻ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നത്, അരിഹ്നാ ബിഹാ യാ ബിലാൽ. ഓ ബിലാലെ, ഞങ്ങളുടെ മനസ്സിനൊന്ന് തണുപ്പിക്കൂ എന്നായിരുന്നു. ബാങ്ക് കൊടുക്കൂ എന്ന് പറയുന്നതിന് പകരം അരിഹ്നാ ബിഹാ യാ ബിലാൽ, ആ ബാങ്ക് കൊണ്ട് നമ്മുടെ മനസ്സിനൊന്ന് സന്തോഷിപ്പിക്കൂ, നമുക്കൊന്ന് സ്വസ്ഥത സമ്മാനിക്കൂ ബിലാലെ എന്നായിരുന്നു. അത്രമാത്രം ബാങ്ക് കേൾക്കുമ്പോൾ, നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അവിടെ ഹൃദയത്തിൽ ആനന്ദമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ കാണാം, ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ. നമസ്കാരത്തിലാണ് എന്റെ കണ്ണിന്റെ കുളിർമ അള്ളാഹു വെച്ചിരിക്കുന്നത് എന്നും കാണാൻ കഴിയും. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസബഹു അംറുൻ സല്ല.
അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ സല്ല, ആ നിമിഷം തന്നെ പ്രവാചകൻ നമസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെയാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ നമസ്കാരം കൊണ്ടും സബർ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. എന്നാൽ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, അതിൽ ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക്, ഭയഭക്തി ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാരമായിരിക്കും. ഇന്നഹാ ലകബീറ, അതൊരു ബാധ്യതയായിരിക്കും, അതൊരു തലയിൽ വലിയ ഭാരമുള്ള ഒരു ഉത്തരവാദിത്തമായിരിക്കും നമസ്കാരം എന്ന് പറഞ്ഞല്ലോ. സമയമായി, ഇനി എങ്ങനെയെങ്കിലും അത് നിർവഹിച്ച് മാറ്റണമല്ലോ എന്ന രൂപത്തിലൊരു പ്രയാസമായിരിക്കും ജീവിതത്തിൽ ഖുശൂ ഇല്ലാത്ത, ഭയഭക്തി ഇല്ലാത്ത, ദൈവഭക്തി ഇല്ലാത്ത, നമസ്കാരത്തിൽ ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക് എന്ന് ഖുർആൻ തന്നെ നമുക്ക് കൃത്യമായി മറുപടി പറയാണ്. ഇനി ആരാണ് ആ നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കുന്ന ആളുകൾ? അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. അവർ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവരാണെന്ന് ദൃഢബോധ്യമുള്ള ആളുകളാണ്. ചില മുഫസ്സിരികൾ പറഞ്ഞു, ഇവിടെ യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ചല്ല. ഇവിടെ മുലാഖൂ റബ്ബിഹിം എന്ന ഭാഷാർത്ഥം എടുത്തു നോക്കിയാൽ റബ്ബിനെ കണ്ടുമുട്ടുന്നവർ എന്നാണ് അതിനർത്ഥം. അഥവാ ഓരോ നമസ്കാരത്തിലും ഞാൻ എന്റെ റബ്ബുമായിട്ട് മുനാജാത്ത് നടത്താണ്, എന്റെ റബ്ബിനെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നു, റബ്ബുമായി ഞാൻ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ദൃഢബോധ്യമുള്ള യഖീനുള്ള ആളുകൾക്കാണ് ആ ഖുശൂ ലഭിക്കുക എന്നുള്ളത്. അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബി, ഞങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എങ്ങനെയാണ് അറിഞ്ഞുകൊണ്ട് തിന്മ ചെയ്യാൻ സാധിക്കുക? കാരണം കുറച്ചു കഴിഞ്ഞാൽ എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ പോയി നിൽക്കണം. എങ്ങനെയാണ് ആ റബ്ബിനെ ഞാൻ അഭിമുഖീകരിക്കുക? ഇത്രമാത്രം തിന്മകൾ ചെയ്തുകൊണ്ട് കറുത്തിരുണ്ട ഹൃദയവുമായി ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കും എന്ന ഒരു ചിന്ത അവരെ അലട്ടും. അതുകൊണ്ട് തന്നെ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അതല്ലെങ്കിൽ ഭയഭക്തിയോടുകൂടിയുള്ള നമസ്കാരം തെറ്റ് ചെയ്യാതിരിക്കാൻ അവർക്ക് ഊർജ്ജം പകരും. ആ ഒരു ഈമാനിക ആവേശം അവരുടെ ഹൃദയത്തിൽ, ആ പ്രകാശം അള്ളാഹു അവരുടെ ഹൃദയത്തിന് നൽകും എന്നുള്ളതാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല. നമസ്കാരത്തിലെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിൻപറ്റിയ ആളുകൾക്കൊക്കെ അത് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ സഹാബാക്കളുടെ ചരിത്രങ്ങളിലേക്ക് നോക്കിയാൽ നിരവധി ആളുകൾ നമുക്ക് കാണാൻ കഴിയും. നിസ്കാരത്തിൽ അങ്ങേറ്റത്തെ കൺകുളിർമ കണ്ടെത്തുന്ന ആളുകൾ, നമസ്കാരത്തെ ആസ്വദിച്ചിരുന്ന ആളുകൾ. നിരവധി ഉദാഹരണങ്ങൾ കാണാം. ദാത്തുർ റിഖാ എന്നൊരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ബിലാൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവും അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉത്തരവാദിത്തം ലഭിക്കുകയാണ്. സൈന്യത്തിന്റെ കാവലായിട്ട് രാത്രി നിൽക്കുക, കാവൽക്കാരായിട്ട് നിൽക്കുക. അങ്ങനെ വളരെ ശാന്തമായ ആ രാത്രിയിൽ അവരിങ്ങനെ കാവൽ നിൽക്കുന്ന സമയത്ത് അബ്ബാദ് ബിൻ ബിശ്ർ, അൻസാരിയായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു അമ്മാർ റളിയല്ലാഹു അൻഹുവോട് പറയാണ്, നീ വേണമെങ്കിൽ ഇപ്പൊ ഉറങ്ങിക്കോളൂ, അങ്ങ് ഉറങ്ങിക്കോളൂ, കുറച്ചു കഴിയുമ്പോൾ ഞാൻ അങ്ങയെ വിളിക്കാം, ആ സമയത്ത് ഞാൻ ഉറങ്ങാം, അങ്ങ് നമുക്ക് ഭാഗികമായിട്ട് ഈ കർത്തവ്യം നിർവഹിക്കാം എന്ന് പറഞ്ഞു. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുത്തു. ശരി, അങ്ങനെ ആവാം. അദ്ദേഹം പോയി കിടന്നുറങ്ങി. ആദ്യം അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹുവിന്റെ ഊഴാണ്. അദ്ദേഹം ഇങ്ങനെ കാവൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശാന്തമായ രാത്രി. അപ്പൊ അദ്ദേഹം പറയണം, എനിക്ക് നമസ്കരിക്കാതിരിക്കാൻ സാധിച്ചില്ല. ഇത്രയും ശാന്തമായ ഈ രാത്രിയിൽ എന്റെ റബ്ബിനോട് സംസാരിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ സൈന്യത്തെ രഹസ്യമായി പിന്തുടർന്നുകൊണ്ടിരുന്ന, എന്തോ ഒരു വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഈ അവസരം മുതലെടുത്തുകൊണ്ട് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിനെതിരെ അമ്പെയ്യാണ്. ഒരു അമ്പ് വന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തളച്ചപ്പോ നമസ്കാരത്തിൽ തന്നെ അദ്ദേഹം അത് ഊരി എറിയാണ്. വീണ്ടും ഒരു അമ്പ് കൂടി വരികയാണ്. അദ്ദേഹത്തെ അത് വീണ്ടും ഊരി താഴേക്കിടുന്നു. മൂന്നാമതൊരു അമ്പ് വരുന്നു. വീണ്ടും അദ്ദേഹം അത് ഊരി താഴേക്ക് വലിച്ചെറിഞ്ഞു. ശേഷം നിസ്കാരം പെട്ടെന്ന് തന്നെ അദ്ദേഹം പൂർത്തീകരിച്ചു. അമ്മാർ റളിയല്ലാഹു അൻഹു ഉടനെ എഴുന്നേൽറ്റപ്പോൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന അബ്ബാദ് ബിൻ ബിശ്റിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ട് നേരത്തെ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുന്തു ഫീ സൂറത്തിൻ ലം ഉഹിബ്ബൻ അഖ്തഅഹ, ഞാനൊരു സൂറത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണോ, അത് പകുതിക്ക് വെച്ച് മുറിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അത്രമാത്രം ആ നമസ്കാരത്തിൽ അവർ ലയിച്ചു പോയിരുന്നു. അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിൽ അവർ ലയിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ പകുതിയിൽ അത് പെട്ടെന്ന് മുറിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറിപ്പോകാൻ എന്റെ മനസ്സ് എന്നെ സമ്മതിച്ചില്ല എന്നാണ് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഉത്തരവാദിത്തമില്ലായിരുന്നുവെങ്കിൽ, ഈ സൈന്യത്തിന്റെ സംരക്ഷണം എന്ന ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ റസൂലിനെ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാനത് ചെയ്യുമായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് അമ്പുകളൊന്നും വരുന്നില്ല. പക്ഷേ അമ്പുകൾ പോലെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വരും. ഇടയ്ക്കിടെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ശരി ഒരു അമ്പ് വലിച്ചൂരി എറിഞ്ഞതുപോലെ ഈ അർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഖുശൂ നമുക്ക് യാഥാർത്ഥ്യമാക്കുക?
അതേക്കുറിച്ച് തുടർന്നുള്ള അവസരങ്ങളിൽ നമുക്ക് പങ്കുവെക്കാം ഇൻഷാ അല്ലാഹ്. എങ്ങനെയാണ് നമസ്കാരം നമുക്ക് ആസ്വാദകരമാക്കി മാറ്റുക, എങ്ങനെയാണ് ഈ ഖുശൂ നമ്മുടെ നമസ്കാരത്തിൽ നേടിയെടുക്കാൻ സാധിക്കുക, അതിനുള്ള വഴികൾ എന്താണ്, അതിനുള്ള മാർഗങ്ങൾ എന്താണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമാണ് നമസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, നമസ്കാരത്തെ നമുക്ക് ആസ്വാദകരമാക്കി മാറ്റാൻ കഴിയുന്നില്ല. അതിനുള്ള ചില മാർഗങ്ങൾ, അതിനുള്ള ചില പ്രയത്നങ്ങൾ, അതിനുള്ള ചില അതുമായി ബന്ധപ്പെട്ട ചില പരിശീലനങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ജുമാകൾ ഖുതുബകളിൽ പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലാഹു അതിന് കനിയുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ യഥാർത്ഥ മുത്തഖികളായ അള്ളാഹുവിന്റെ നമസ്കാരം അവൻ നിഷ്കർഷിച്ചതുപോലെ ജീവിതത്തിൽ നിലനിർത്തുന്ന ഇബ്രാഹിമി മില്ലത്തിനെ പ്രായോഗികവൽക്കരിക്കുന്ന യഥാർത്ഥ മുഖീമീങ്ങളായി നമസ്കാരത്തെ നിലനിർത്തുന്നവരായി അള്ളാഹു നാമേവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നമസ്കാരത്തിന്റെ നന്മകൾ, അതിന്റെ ആ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ധനസമ്പാദന മേഖലകളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലെല്ലാം ആ നമസ്കാരത്തിന്റെ പ്രകാശം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.